ഓം ശ്രീ സായിരാം. ഓ ഓം സാईश्वराय വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സാईश्वराय വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സാईश्वराय വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം. ശ്രീമതി വിജയം. സായിരാം. സായിരാം. തുടങ്ങിക്കോളൂ. ഒന്ന് നേരെ ഇരിക്കൂ കേട്ടോ. വീഡിയോ ഒന്ന് സ്റ്റഡി ആയിട്ട് വെച്ച്. ശരി, ഇങ്ങനെ ഇരുന്നാ മതി. കുറച്ചും കൂടെ പൊങ്ങി. വീഡിയോ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന എന്താ? സ്റ്റഡി ആയിട്ട് വെച്ചിട്ട് വായിച്ചോളൂ. ഓം ശ്രീ സായിരാം. സ്വാമിയുടെ 24ാമത്തെ സത്യസായി വാണി, ഭാഗം 22. വാഗ്ദാനം പാലിക്കുക. ദിവ്യ പ്രേമ സ്വരൂപരെ, ഏകത്വത്തെ പലതായി തകർക്കുന്നവരും വിഘടന ശക്തികളെ പരിപോഷിക്കുന്നവരുമായ ബുദ്ധിജീവികളുടെ എണ്ണം ഈ ലോകത്ത് ഏറി വരികയാണ്. നാനാത്വത്തിൽ ഏകത്വം ദർശിക്കുന്നവരുടെ എണ്ണം ക്ഷയിച്ചു വരികയും ചെയ്യുന്നു. അനൈക്യം, ക്രമരാഹിത്യം, കലാപം എന്നിവയാൽ രോമഹർഷം അണിഞ്ഞിരിക്കുന്ന ഈ ലോകത്ത് നാനാത്വത്തിൽ അന്തർലീനമായിരിക്കുന്ന ഏകത്വബോധം മാത്രമാണ് ശാന്തി നേടാൻ സമർത്ഥമായുള്ളത്. ഈ ചിന്തയിൽ നിർഭയരായ ആളുകളെയാണ് ലോകത്തിന് ആവശ്യം. വസ്തുനിഷ്ഠവും ശുദ്ധവും നിസ്വാർത്ഥവുമായ ഒരു അന്വേഷണം നടത്തിയാൽ നാനാത്വത്തിൽ അടങ്ങിയിരിക്കുന്ന ഏകത്വം വ്യക്തമാകും. ആഹാരവും വെള്ളവും എല്ലാവർക്കും പൊതുവായിട്ടുള്ളതാണെന്ന വസ്തുത ചരിത്രപരമായും സാമൂഹികമായും ശാസ്ത്രീയമായും ജീവശാസ്ത്രപരമായും വ്യക്തമാണ്. ആഹാരം പലതായിരിക്കാം, പക്ഷേ വിശപ്പ് എല്ലാ മനുഷ്യർക്കും ഒന്നു തന്നെ എന്ന് തെലുങ്ക് പഴഞ്ചൊല്ലുണ്ട്. നിരവധി സ്വാദിഷ്ടമായ ആഹാര പദാർത്ഥങ്ങൾ കൊണ്ട് ഒരു ധനികൻ വിശപ്പടക്കുമായിരിക്കാം. ഒരു യാചകൻ തനിക്കു ലഭിക്കുന്നത് എന്തോ അതുകൊണ്ട് വിശപ്പടക്കുന്നു. വിശപ്പ് ധനികനും യാചകനും ഒരുപോലെയാണ്. നിദ്രയും ഭയവും ഇതുപോലെ എല്ലാ മനുഷ്യർക്കും പൊതുവാണ്. ഒരു ധനികൻ ആർഭാടമാർന്ന സുഖപ്രദമായ മെത്തയിൽ കിടന്നുറങ്ങുമായിരിക്കാം. ഒരു യാചകൻ പരുപരുത്ത തറയിൽ സുഖമായി ഉറങ്ങിയെന്നും വരാം. ഉറങ്ങുന്ന സ്ഥലങ്ങൾ വ്യത്യസ്തമായിരിക്കാം, എന്നാൽ ഉറക്കം രണ്ടുപേർക്കും പൊതുവായി ഒന്നു തന്നെയായിരിക്കും. എല്ലാ മനുഷ്യർക്കും പൊതുവായുള്ള പ്രധാനപ്പെട്ട അനുഭവങ്ങളാണ് ജനനവും മരണവും. ഇത് മാനവരാശിയുടെ ഏകത്വത്തെ കുറിക്കുന്ന ഒരു സൂചകമാണ്. ആകാശത്തിൽ നിന്നും ഇറങ്ങി വരുന്നവനല്ല ധനികൻ. ഭൂമിയുടെ അഗാധ ഗർത്തത്തിൽ നിന്നും ഉത്ഭവിക്കുന്നവനല്ല ദരിദ്രൻ. രണ്ടുപേരും മാതൃഗർഭങ്ങളിൽ നിന്നാണ് ഭൂജാതരായത്. ജനന പ്രക്രിയ എല്ലാവർക്കും ഒരുപോലെയാണ്. അതുപോലെ ഒരുവൻ വനത്തിലോ പട്ടണത്തിലോ മലമുകളിലോ താഴ്വരയിലോ എവിടെ ആയിരുന്നാലും മരണം അവനെ തേടിയെത്തുന്നു. ജനിമൃതികൾ വൈവിധ്യത്തിലെ പൊതുവായ ഘടകത്തെ സൂചിപ്പിക്കുന്നു. മനുഷ്യ അസ്തിത്വം ഒരു യാത്രയാണ്. നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയം കേനോപനിഷത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഈ ഉപനിഷത്ത് ശരീരത്തെ ഒരു രഥമായും ആത്മാവിനെ സാരഥിയായും മനുഷ്യ അസ്തിത്വം രഥത്തിലെ യാത്രയായും കൽപ്പിച്ചിട്ടുണ്ട്. ശരീരവും ആത്മാവും പരസ്പര ബന്ധമാണ്. പക്ഷേ മനുഷ്യൻ അജ്ഞത മൂലം അവയെ വേറിട്ട് കണ്ട് വിഘടന പ്രവണത വളർത്തി.
മനുഷ്യന്റെ എല്ലാ സന്തോഷ സന്താപങ്ങൾക്കും ക്ലേശങ്ങൾക്കും ആസ്വാദനങ്ങൾക്കും കാരണം അവന്റെ തന്നെ ചിന്തകളാണ്. സന്തോഷവും സന്താപവും അവന്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവൻ ചിന്തിക്കുന്നത് പോലെ ആയിത്തീരുന്നു. ചിന്തകൾ തെറ്റായിരുന്നാൽ ഫലവും വഴിമാറിപ്പോകും. അതിനാൽ മനുഷ്യന്റെ പ്രാഥമിക ലക്ഷ്യം ശരിയായ ചിന്തകൾ വളർത്തിയെടുക്കുക എന്നതായിരിക്കണം. മനുഷ്യന്റെ ഉള്ളിൽ തന്നെ രണ്ട് ശക്തികൾ വർത്തിക്കുന്നു. ഒന്ന് ആസുരികവും മറ്റൊന്ന് ദൈവികവും. ഈശ്വരദത്തമായ കഴിവുകൾ അഥവാ മനസ്സ്, പദവി, ധനം, സ്ഥിതി ഇവ ഉപയോഗം ചെയ്ത് മനുഷ്യൻ ദുഷ്പ്രവണതകളായ ദ്വേഷം, അത്യാഗ്രഹം എന്നിവയുടെ ഇരയായി മൃഗസമാനമായി തരം താഴുന്നു. അവനവനിലെ ഗുണങ്ങളുടെ സതുപയോഗത്തിനായി യജ്ഞിക്കുന്നവന് അവന്റെ ദിവ്യ പ്രകൃതിയെ ആവിഷ്കരിക്കാനാകും. യഥാർത്ഥ സന്തോഷത്തിന്റെ രഹസ്യം ദൗർഭാഗ്യവശാൽ മനുഷ്യർ ഇന്ന് ഈശ്വരദത്തമായ സമ്മാനങ്ങൾ ദുരുപയോഗപ്പെടുത്തി സ്വയം നശിക്കുകയും ലോകത്തിന് ഉപദ്രവകാരിയാകാൻ കാരണമായി തീരുകയും ചെയ്യുന്നു. ഇതിന് കാരണം വിഘടന ശക്തികളുടെ പ്രോത്സാഹനവും ധനസമ്പാദന അഭിലാഷവുമാണ്. മാമേതി പരമം ദുഃഖം ന മമേതി പരമം സുഖം. എൻ്റേതെന്ന ചിന്ത ദുഃഖം, എൻ്റേതല്ല എന്ന ചിന്ത സുഖം. സമ്പാദന അഭിലാഷം കൈവെടിയുകയും ഈശ്വരനിൽ ശരണാഗതി അടയുകയും ആത്മാനന്ദം അനുഭവിക്കുകയും ചെയ്യുന്നതിലാണ് യഥാർത്ഥ സന്തോഷം നിലകൊള്ളുന്നത്. സങ്കുചിത ആശയങ്ങൾ ഉപേക്ഷിച്ച് വിശാല വീക്ഷണഗതി വളർത്തി സർവ്വതിനെയും നിലനിർത്തുന്ന ദിവ്യത്വം തിരിച്ചറിഞ്ഞ് മനുഷ്യർ ഇത്തരത്തിലുള്ള ആനന്ദം നേടാൻ പരിശ്രമിക്കണം. ഈശ്വര ചിന്തനമാണ് എല്ലാ ഐശ്വര്യങ്ങൾക്കും അഭ്യുദയങ്ങൾക്കുമുള്ള താക്കോൽ. മനുഷ്യൻ എല്ലാ ചിന്തകളും പ്രവൃത്തികളും ഈശ്വരനിൽ എല്ലാ സമയത്തും എല്ലാ സാഹചര്യങ്ങളിലും അർപ്പിക്കണം. ഒരുവൻ ഭൗതിക സന്തോഷത്തിലോ യോഗത്തിലോ നിമഗ്നനായാലും സമൂഹമധ്യത്തിലോ ഏകാന്തതയിലോ ആയാലും തൻ്റെ മനസ്സ് പരംപൊരുളിൽ അർപ്പിച്ചാൽ അവൻ പരമാനന്ദം മാത്രം അനുഭവിക്കുന്നു. സ്വാമി ഭജഗോവിന്ദത്തിലെ ഒരു ശ്ലോകം ചൊല്ലി: സത്യത്തെ സംബന്ധിച്ച് വസ്തുതാപരമായും ആത്മാർത്ഥമായും അന്വേഷണം നടത്തിയാൽ സർവ്വതിലും ദിവ്യത്വം വ്യാപിച്ചിരിക്കുന്നു എന്ന് ഒരുവന് മനസ്സിലാക്കാൻ സാധിക്കും. ഈശ്വരൻ സനാതനവും ആനന്ദരൂപിയുമാണ്. വിഭുവിൻ്റെ അസംഖ്യം നാമങ്ങളിൽ ഏറ്റവും പ്രസക്തമായത് സച്ചിദാനന്ദമാണ്. സത്ത്, ചിത്ത്, ആനന്ദം. ഇതിനർത്ഥം പ്രപഞ്ചം തന്നെ സച്ചിദാനന്ദ സ്വരൂപമാണെന്നാണ്. തിരിച്ചും രണ്ടും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈശ്വരൻ സത്ത്, ചിത്ത്, ആനന്ദം എന്നിവയുടെ ഏകീകൃത രൂപമാണ്. ഉറുമ്പ് മുതൽ ആന വരെ, അനന്തത വരെ ഈ പ്രപഞ്ചത്തിലെ സർവ്വതും സച്ചിദാനന്ദത്തിന്റെ ആവിഷ്കരണമാണ്. കാലത്തിന്റെ 3 ഘടകങ്ങളായ ഭൂതം, വർത്തമാനം, ഭാവി എന്നിവയെ അതിശയിക്കുന്നതാണ് സത്ത്, ചിത്ത്. എന്നാൽ പരിപൂർണ ജ്ഞാനം, പൂർണ്ണ അവബോധം എവിടെയാണോ ഇവ രണ്ടും ഒരുമയോടെ ഭാസിക്കുന്നത് അവിടെ ദിവ്യാനന്ദമുണ്ട്. അതുകൊണ്ട് ആനന്ദം മറ്റു 2 ഘടകങ്ങളിൽ നിന്നും വ്യത്യസ്തമല്ല. അവയെ ത്രിധാകരിക്കാൻ അഥവാ 3ആയി ഭാഗിക്കാൻ ആവില്ല. ഏകത്വമാണ് ഇവ 3ലും സമഗ്രമായി കിരണങ്ങൾ വീശുന്നത്. ഉദാഹരണത്തിന് അഗ്നിക്ക് 3 ഗുണങ്ങളുണ്ട്: രൂപം, വെളിച്ചം, ലോഹിതവർണം. ഇവ പരസ്പരം വ്യത്യസ്തങ്ങൾ അല്ല. അതുപോലെ സത്ത്, ചിത്ത്, ആനന്ദം എന്നിവയുടെ ഏകീകൃത രൂപമാണ് ദിവ്യത്വം. വേദഗ്രന്ഥങ്ങൾ വായിച്ചവരോ പണ്ഡിതരുടെ പ്രഭാഷണങ്ങൾ ശ്രദ്ധിച്ചവരോ ആയ ആളുകൾ വിചാരിക്കുന്നു സത്ത്, ചിത്ത്, ആനന്ദം എന്നിവ ഏതോ പ്രത്യേക സ്ഥലത്ത് നിലകൊള്ളുന്നു എന്ന്. അവരുടെ അജ്ഞതയ്ക്ക് ഇതാണ് മൂലകാരണം. നിങ്ങൾ സച്ചിദാനന്ദ സ്വരൂപമാണ്. തൻ്റെ സത്തെ വിസ്മരിക്കുകയും ദിവ്യത്വത്തിൽ നിന്ന് വേർപെടുകയും ചെയ്തുകൊണ്ട് മനുഷ്യൻ അനവധി ദുരിതങ്ങളുടെ ഇരയായി തീരുന്നു. ഒരു അന്ധന് ലോകം ഉണ്ടെന്നറിയാം, എന്നാൽ കാണാൻ കഴിയുന്നില്ല. അതുപോലെ മനുഷ്യർ മഹൽ ഗ്രന്ഥങ്ങളിലെ
സന്ദേശങ്ങളിൽ നിന്നും പണ്ഡിതരിൽ നിന്നും ലഭിച്ച അറിവിലൂടെയും സച്ചിദാനന്ദം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഈശ്വരാനുഭൂതി ലഭിക്കുന്നുള്ളൂ. മറ്റുള്ളവർ ഈ ദിവ്യാനുഭൂതിക്കായി പരിശ്രമിക്കണം. ഇതാണ് മനുഷ്യന്റെ പ്രാഥമിക ലക്ഷ്യം. നിലവിലില്ലാത്തത് നിലനിർത്താനാവില്ല, ഉള്ളതിനെ ഇല്ലാതാക്കാനുമാവില്ല. അതിനാൽ മനുഷ്യൻ എന്താണോ ഉള്ളത് അത് അംഗീകരിക്കുകയും അവന്റെ ജീവിതം അതിൽ പടുത്തുയർത്തുകയും വേണം. സച്ചിദാനന്ദം എന്നത് എല്ലാവരുടെയും അനിവാര്യമായ പ്രകൃതിയാണ്. ഈ തിരിച്ചറിവിന് ആധ്യാത്മിക പരിശ്രമം ആവശ്യമാണ്. നീ അനുഭവം പറഞ്ഞോളൂ. ഓക്കെ. ഓം ശ്രീ സായിരാം. എല്ലാമായ സായീശ്വരന്റെ പാദപത്മങ്ങളിൽ ശതകോടി പ്രണാമം. സായിരാം. സ്വാമി എങ്ങനെ എന്നിലേക്ക് എത്തിയെന്നും എനിക്ക് സ്വാമിയിലുണ്ടായ അനുഭവങ്ങളും ആണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ആദ്യമായി എൻ്റെ അമ്മയെ കൂടി വണങ്ങുകയാണ്. വെച്ചാൽ ആധ്യാത്മികമായി എനിക്ക് അറിവ് പകർന്നു തന്ന ആദ്യത്തെ ഗുരു എൻ്റെ അമ്മയാണ്. അതുകൊണ്ട് അമ്മയെ കൂടി ഈ സമയത്ത് ഓർക്കുകയാണ്. സ്വയം പരിചയപ്പെടുത്തിയില്ലല്ലോ. എൻ്റെ പേര് വിജയം. സ്ഥലം അരിയല്ലൂർ സമിതിയാണ്, മലപ്പുറം. അപ്പോ എൻ്റെ ചെറിയ കുട്ടിക്കാലത്തെ ഒരു അനുഭവം ഞാൻ പറയുകയാണേ. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ പഠിച്ചിരുന്നത് കോഴിക്കോട് ചാലപ്പുറം അച്യുതൻ ഗേൾസ് സ്കൂൾ എന്ന് പറയുന്ന ഒരു വിദ്യാലയത്തിലാണ്. അന്നേ ചെറിയ കുട്ടിയാവുമ്പോൾ. അപ്പോൾ എൻ്റെ ഓർമ്മ അത്രയും വളരെ എനിക്കിപ്പോൾ 64 വയസ്സായി. അപ്പം ചെറിയൊരു ഓർമ്മയാണ്, എന്നാലും അത് നല്ലൊരു ഓർമ്മയായിട്ട് എന്നിൽ നിലനിൽക്കുന്നതുകൊണ്ട് പറയാണ്. ഞാൻ അന്ന് ചെറിയ ക്ലാസ്സിൽ 1-ലോ 2-ലോ 3-ലോ പഠിക്കണ കാലത്ത് സ്വാമി കോഴിക്കോട് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം ഞങ്ങളെല്ലാവരും സ്കൂളിൽ പഠിക്കുമ്പോൾ അതിൻ്റെ അടുത്തൊരു വീട്ടിൽ ഇങ്ങനെ എന്തോ ജാലവിദ്യയൊക്കെ കാണിക്കുന്ന ഒരാൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് കുട്ടികളെല്ലാവരും കൂടെ ഓടിപ്പോകുന്നത് കണ്ടിരുന്നു. അവരുടെ കൂടെ ഞാനും ഓടിപ്പോയി. എവിടെ ചെന്നിട്ടും സ്വാമിയെ കാണാൻ പറ്റില്ല. വീടിൻ്റെ ചുറ്റും ഇതിൻ്റെ അടുത്തൊക്കെ പോയിട്ട് സ്വാമിയെ കണ്ടില്ല. അവസാനം കുറേ കുട്ടികൾ മേലെ കൂടെ കയറി ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ ഞാനും അങ്ങനെ നോക്കിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മയാണ് ഞാൻ പറയുന്നത്. അപ്പൊ സ്വാമിയുടെ ഒരു രൂപം അന്ന് കണ്ടതായിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും എനിക്ക് ഒരു ഇതുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം സ്വാമിയൊക്കെ വിട്ടു. സ്വാമി എന്നുള്ള ഒരു ചിന്തയൊന്നും അന്നില്ലല്ലോ, എന്തോ ഒരു ആള്, അത്രേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 10-30 വർഷം മുമ്പാണ് സ്വാമിയിലേക്ക് എത്തുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അന്ന് എനിക്ക് സ്വാമിയിൽ തീരെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു ഗുരുവായൂരപ്പൻ്റെ ഭക്തയായിരുന്നു. കാരണം ചെറിയ കുഞ്ഞു നാളിൽ എൻ്റെ അമ്മ, ഞങ്ങൾ 5 മക്കളാണ് അമ്മയ്ക്ക്. അപ്പോൾ ഈ 5 മക്കളെയും അമ്മ കുളിപ്പിക്കണ സമയത്ത് എപ്പോഴും കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞാണ് തലയിൽ വെള്ളമൊഴിക്കുക. അതുപോലെ കൃഷ്ണൻ്റെ കഥകളും പാട്ടുകളും ഒരുപാട് സന്ധ്യാനാമങ്ങളും ഒക്കെ അമ്മ ചൊല്ലി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വലുതായപ്പൻ രാമായണം അമ്മ വായിക്കുന്നത് കേട്ട് ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെ വെറും ഗുരുവായൂരപ്പൻ ഉള്ള ഈശ്വരൻ ആരാന്ന് ചോദിച്ചാൽ ഗുരുവായൂരപ്പൻ, അതിലപ്പുറം ഒരു ഈശ്വരനും എനിക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള എനിക്ക് സ്വാമിയിലേക്ക് എത്താൻ വളരെ വിഷമായിരുന്നു. സ്വാമി ആരാണെന്നൊന്നും എനിക്കറിയില്ലല്ലോ. സത്യസായി ബാബ എന്ന് കേട്ടിട്ടുണ്ട് എന്നല്ലാതെ വേറൊന്നും അറിയില്ല. അങ്ങനെയുള്ള ആ സമയത്ത്
എൻ്റെ അടുത്ത് എൻ്റെ ഭർത്താവ് തന്നെ പറഞ്ഞു, പിന്നെ ഉണ്ണികൃഷ്ണൻ എന്നാണ് പേര്, നീ പോണം, നാളെ നമ്മളെ അരിയല്ലൂർ സമിതിയിലൊരു സത്സംഗമുണ്ട്, പിന്നെ ബാലവികാസ് ഗുരുക്കന്മാർക്കുള്ള ട്രെയിനിങ് ഉണ്ട്, അതിലൊക്കെ പങ്കെടുക്കണം പറഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും പങ്കെടുക്കില്ല, എനിക്ക് അങ്ങനെ ഒരു ആളുടെ ഭക്തയാവാനൊന്നും പറ്റില്ല, എനിക്ക് ഗുരുവായൂരപ്പനാണ് എൻ്റെ എല്ലാം, അതിലപ്പുറം എനിക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞതാണ്. വേറെ 2 പേര് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ആ കാലത്ത് രാമായണമൊക്കെ വീട്ടിൽ വായിക്കാറുണ്ട്, നിങ്ങൾ രാമായണമൊക്കെ വായിക്കുന്ന ആളല്ലേ, നിങ്ങൾക്ക് ബാലവികാസമൊക്കെ എടുക്കാൻ പറ്റും, നിങ്ങൾക്ക് ക്ലാസ്സിലൊന്ന് അറ്റൻഡ് ചെയ്തൂടെ. അപ്പോഴും ഞാൻ അവരോട് എനിക്ക് പറ്റില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ മനസ്സിലിങ്ങനെ എന്തോ ഒരു വിഷമം പോലെ ഉണ്ടാനും. അങ്ങനെ രാത്രി ഉറങ്ങാൻ കിടന്ന് ഏകദേശം ഉറക്കമായ സമയത്ത് സ്വാമി എനിക്ക് സ്വപ്നത്തിൽ വന്നിട്ട്, നമ്മളെ ടി വിയിൽ കാണുന്നത് പോലെയാണ് എനിക്ക് എൻ്റെ അനുഭവം എനിക്ക് തോന്നണത്. എന്താ വെച്ചാൽ സ്വാമി ഇങ്ങനെ വരിക, അതോടൊപ്പം ഗുരുവായൂരപ്പനെയും കാണുക, അങ്ങനെ 2 ആളും മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് സ്വാമി എന്നോട് പറയാൻ, നീ വിശ്വസിക്കുന്ന ആ ഗുരുവായൂരപ്പൻ തന്നെയാണ് ഞാൻ, അതുകൊണ്ട് ഒന്നും ശങ്കിക്കേണ്ട, നീ വരുമെന്ന് പറഞ്ഞ് സ്വാമി എന്നെ വിളിച്ചാണ് ഞാൻ എൻ്റെ ആ ഒരു സ്വപ്നം അത് കണ്ടതോടുകൂടി പിന്നെ എനിക്ക് 1 മിനിറ്റും കിടക്കാനും പറ്റിയിട്ടില്ല. ആകെ കൂടെ വല്ലാത്തൊരു വിഷമം, അങ്ങനെ എങ്ങനെയെങ്കിലും സമിതിയിൽ പോകണം എന്നുള്ള ചിന്ത അവിടുന്ന് തൊട്ടുണ്ടായി. അങ്ങനെ ഞാൻ അടുത്ത ദിവസം അന്ന് നേരത്തെ എഴുന്നേറ്റ് വീട്ടിലെ പണികളെല്ലാം ചെയ്ത് സമിതിയിലെത്തിയപ്പോൾ അന്ന് നമ്മുടെ പ്രൊഫസർ മുകുന്ദ സാറിൻ്റെ പ്രഭാഷണമായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത്. അതും കൂടെ കേട്ടപ്പം എനിക്ക് 100% സ്വാമിയിലേക്ക് അടുക്കാനുള്ള പ്രവണത ഉണ്ടായി. അതോടുകൂടി ഞാനും സ്വാമിയും ഒന്നായി തീർന്നു എന്നേ എനിക്ക് പറയാൻ അറിയുള്ളൂ, വേറൊന്നും എനിക്കറിയില്ല. ഞാൻ സ്വാമിൻ്റെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാമിൻ്റെ ഭക്തയാണെന്ന് പറയാനൊന്നും എനിക്ക് പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു LKGയിലേക്ക് ചേർത്തുന്ന ഒരു കുട്ടിയെ പോലെ വളരെ 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 എളിമയോടെ ഞാൻ പറയാണ്, എവിടെയും എത്തിയിട്ടില്ല. ഈ ഒരു ഈ ഒരു ഇത് പറയാൻ തന്നെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. സ്വാമി എന്നെ അത് പറയാൻ അങ്ങ് അനുവദിക്കണേ, പ്രാർത്ഥിക്കായിരുന്നു. കാരണം എവിടെയും ഞാൻ എത്തിയിട്ടില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ ആ ഒരു കാരണത്താൽ പറയാൻ കിട്ടിയ ഒരു അവസരം ആയതുകൊണ്ട് ഞാനത് പറയാൻ ഉദ്ദേശിക്കുക. അങ്ങനെ ഞാൻ അവിടുന്ന് തൊട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ഭഗവാനെ അല്ലാതെ ഒരു ദൈവവും വേറെ എനിക്കില്ല. എല്ലാം ഗുരുവായൂരപ്പനും ശിവനും കൃഷ്ണനും എല്ലാവരും എൻ്റെ സ്വാമി തന്നെയാണെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ജീവിക്കുന്നത്. ഒരുപാട് നല്ല അനുഭവങ്ങളും ഒരുപാട് ചീത്ത അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. വിഷമം വരുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ എല്ലാത്തിലും ഒന്ന് മുറുക്ക് പിടിച്ച് നിൽക്കാൻ ഭഗവാന്റെ പാദങ്ങളാണ് എപ്പോഴും ആശ്രയിച്ചിരുന്നത്. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടെങ്കിലും 1-2 പ്രത്യേകമായിട്ടുള്ള അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. എൻ്റെ മകൾ, അവൾക്ക് പിന്നെ ചെറിയ ഒരു 19 വയസ്സിൽ തന്നെ കല്യാണം കഴിച്ചു. അപ്പം BCom പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കല്യാണം. അതിന് ശേഷവും പഠിച്ചെങ്കിലും ഗർഭവും പ്രസവവും ഒക്കെ ആയിട്ട് ഒരുപാട് കോംപ്ലിക്കേഷനൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് പൂർത്തിയാക്കാനും വിജയിക്കാനൊന്നും പറ്റിയില്ല. ഇപ്പോൾ +2 മാത്രമേ അന്ന് എൻ്റെ മോൾക്ക് ഇതുള്ളൂ, വിദ്യാഭ്യാസം പറയാൻ പറ്റുള്ളൂ. ആ സമയത്ത് അവൾക്ക് ഒരു കാർഡ് വന്നു, ഇൻ്റർവ്യൂ കാർഡ്. PNBയിൽ നിന്ന് PNB ഒരു പിയൂൺ പോസ്റ്റിലേക്കുള്ള കാർഡാണ് വന്നത്. വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിലാണ് വന്നപ്പം എല്ലാവരും ഞങ്ങളോട് പറഞ്ഞു, ആരെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ചോളൂ, അല്ലാതെ ഇക്കാലത്ത് ആരെയും പിടിക്കാതെ ഒരു ജോലിയും എവിടെയും കിട്ടില്ല. ഇൻ്റർവ്യൂവിൽ മാർക്ക് വേണമെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒന്ന് ആശ്രയിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും വലിയ ആൾക്കാരെ തന്നെ പോയി പിടിക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവും പറഞ്ഞു, നമ്മൾ ആരെങ്കിലും ഒന്ന്
ആശ്രയിക്കാതെ പറ്റുണ്ടാവില്ല, മോൾക്കത് കിട്ടണമെങ്കിൽ എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഒരിക്കലും ആരെയും ആശ്രയിക്കേണ്ട, ഏറ്റവും വലിയ ഒരാളിനെയാണ് നമ്മളിപ്പോൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു മഹാന്റെ മുൻപിൽ മാത്രം നമ്മൾ പറഞ്ഞാൽ മതി, വേറെ ആരോടും നമുക്ക് പറയണ്ട എന്ന് ഞാൻ പറഞ്ഞ് ഈ ഇൻ്റർവ്യൂവിൻ്റെ കടലാസ് ഞാൻ സ്വാമിയുടെ പാദത്തിൽ വെച്ച് ആരതി എടുത്തു. മോള് ഇൻ്റർവ്യൂവിന് ഒരു മെയ് മാസം 10-ാം തീയതി എന്ന് തോന്നുന്ന ഇൻ്റർവ്യൂ ഉണ്ടായത്. ആ ഇൻ്റർവ്യൂവിൽ നല്ല സന്തോഷത്തോടെ അവൾക്ക് അനുഭവങ്ങളുണ്ടായി. ജൂൺ 10-ന് തന്നെ പോസ്റ്റിങ്ങും കിട്ടി. ഇന്ന് അവൾ ഡിഗ്രിയൊക്കെ പാസ്സായി, ഇപ്പം നല്ല നിലയിൽ ജോലി ചെയ്ത് ജീവിക്കുകയാണ്. അത് ഞങ്ങൾക്ക് സ്വാമിയുടെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത്. ഈ ലോകത്തെ ഏറ്റവും വലിയ ആളെ പിടിക്കാൻ എല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും വലിയ ആൾ എനിക്ക് സ്വാമി അല്ലാതെ വേറെ ആരും ഇല്ല എന്നുള്ള 100% ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആരെ കാക്കലേക്കും പോവരുതെന്ന് പറഞ്ഞു. അത് സ്വാമിയാണ് എൻ്റെ മോൾക്ക് വാങ്ങിക്കൊടുത്തതെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇതേമാതിരി കുറേ അനുഭവങ്ങൾ ഉണ്ടെങ്കിലും ചിലതൊക്കെ ഓർമ്മയിൽ നിന്ന് വരുന്നത് പറയാണ്. നമുക്ക് സമിതി പ്രവർത്തനങ്ങളിൽ, നമ്മളെ സമിതിയിൽ എല്ലാ വ്യാഴവും ഞായറും സമിതി പ്രവർത്തനങ്ങളെല്ലാം ഭജനയും സഹസ്രനാമാർച്ചനയും എല്ലാ ആഴ്ചയും ഞായറും വ്യാഴവും നടന്നു വരികയാണ്. പണ്ടേ തൊട്ടുള്ളതാണ്, അതെപ്പോഴും നടന്നു വരുന്നുണ്ട്. ഞാൻ ആദ്യമൊക്കെ അധിക ഞായറാഴ്ചയും സമിതി പ്രവർത്തനങ്ങളിൽ പോയിരുന്നു. അപ്പോൾ ഒരു തുലാമാസമൊക്കെ ഇങ്ങോട്ട് ആവുമ്പോൾ സന്ധ്യ പെട്ടെന്നാവും, ഇരുട്ടാവുമല്ലോ. അപ്പോൾ 6 മണിക്ക് തന്നെ ആയിരുന്നു അന്ന് ആരതി എടുക്കുക. 6 മണിക്ക് ആരതി എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇരുട്ടായി. പിന്നെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ ബസ് 2 ബസ്സും കയറി പിന്നെ നടന്ന് കുറേ ദൂരം, 1 കിലോമീറ്ററിലധികം നടന്ന് വേണം വീട്ടിലേക്ക് എത്താൻ. അപ്പോൾ അത്രയും ദൂരം ഇരുട്ടത്താണ് നടക്കുന്നത്. 2 ബസ് കിട്ടി അവിടുന്ന് ഇറങ്ങി വീട്ടിലേക്കുള്ള ദൂരം അധികവും ഞാൻ ഒറ്റയ്ക്കായിരിക്കും പോവുക. വേറെ ആരും എൻ്റെ കൂടെ വരാനുണ്ടാവാറില്ലായിരുന്നു. ഞാൻ അങ്ങനെ നടക്കുമ്പം എനിക്ക് എൻ്റെ കൂടെ ഭഗവാൻ ഉണ്ട് എന്നുള്ള തോന്നലോട് കൂടിയായിരിക്കും ഞാൻ ആ ഓരോ സ്റ്റെപ്പും വെക്കുന്നത്. അപ്പം ഞാൻ ഏകദേശം ഒരു 44 കൊല്ലം അംഗൻവാടി ടീച്ചറായിട്ട് ജോലി ചെയ്ത ആളാണ്. 1978 മുതൽ 2023 വരെ ഞാൻ അംഗൻവാടി ടീച്ചറായിട്ട് ഒരേ സ്ഥലത്ത് തന്നെ ജോലി ചെയ്ത ആളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രദേശത്തുള്ള ഒരുവിധം എല്ലാ ആൾക്കാരും എന്നെ പരിചയമുള്ളവരായിരിക്കും. അപ്പോൾ ഈ ഇരുട്ടത്ത് ഞാൻ അധിക ദിവസവും ബസ് ഇറങ്ങി നടന്ന് വേണം. ഇന്നൊക്കെ ഓട്ടോ കിട്ടും ആ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട്. സന്ധ്യ ആയിക്കഴിഞ്ഞാൽ പിന്നെ ബസ്സൊന്നുമില്ല, അപ്പോൾ ഓട്ടോ വിളിച്ച് വരാം. പക്ഷെ അന്ന് ഓട്ടോ ഇല്ല, ഒന്നുമില്ല, നടന്ന് വേണം വരാൻ. അപ്പോൾ ആ സമയത്ത് ഏതെങ്കിലും ഒരാൾ എൻ്റെ കൂടെ വരാൻ, ആ ബസ് സ്റ്റോപ്പിൽ നിന്നും വീട് വരെ വരാൻ സ്വാമി പറഞ്ഞയച്ച് തന്നിട്ടുണ്ടായിരുന്നു. പല സമയത്തും അങ്ങനത്തെ അനുഭവം ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ആരെങ്കിലും എന്നെ വീട്ടിൽ കൊണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഏകദേശം പണ്ട് കുറേ കാലം മുമ്പ്, ഒരു 10-25 വർഷങ്ങൾക്കൊക്കെ മുമ്പ് നഗരസങ്കീർത്തനം 1 കിലോമീറ്ററൊക്കെ അപ്പുറത്തുള്ള വീടുകളിൽ, പല വീടുകളിലും വെച്ച് ഞങ്ങൾ നടത്തിയിരുന്നു. ആ സമയത്ത് പുലർച്ചയ്ക്ക് 4 മണിക്ക് എഴുന്നേറ്റ്, 4 മണിക്കല്ല 3 മണിക്കേ എഴുന്നേൽക്കും. എന്നിട്ട് കുളിച്ച് ഒരു 4 മണിയാകുമ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി ഒറ്റയ്ക്ക് ആ പുലർച്ചയ്ക്ക് ഞാൻ നടന്നിട്ടുണ്ട്. ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും സായിരാം സായിരാം എന്ന് പറഞ്ഞ് ഞാൻ അത്രയും ദൂരം ഞാൻ നടന്ന് ആ നഗരസങ്കീർത്തനം സ്ഥലത്ത്, ഒരു പെണ്ണാണല്ലോ, അപ്പോൾ എല്ലാവർക്കും ഒരു ഇതുണ്ടാവുമല്ലോ. എനിക്കപ്പോൾ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ ഞാൻ നടന്നു പോകും. പിന്നെ എൻ്റെ മക്കൾ കുറച്ചൊക്കെ ഇതായപ്പോൾ അവരെന്നെ സമ്മതിക്കില്ല.
അമ്മ നീ ഒറ്റയ്ക്ക് പോവരുത്, മറ്റു പലരും പറഞ്ഞ് നിങ്ങൾ ഒറ്റയ്ക്ക് പോവരുത്, അത് പ്രശ്നമാണ്, ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് ഇതായതിൻ്റെ ശേഷം പിന്നെ മറ്റുള്ളവരുടെ ചെറിയ ആൾക്കാരായാലും പറഞ്ഞത് കേൾക്കണമല്ലോ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് പോവാതായി. ഇപ്പം കുറേ വയസ്സൊക്കെ ആയതുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളിലും മന്ദീഭാവം ഉണ്ട്. എങ്കിലും മനസ്സ് നിറയെ ഭഗവാനാണ്. ഹൃദയശരനായ ഭഗവാൻ എപ്പോഴും മരണത്തിന് ശേഷവും ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഉണ്ടാവാതിരിക്കില്ലല്ലോ. നമ്മളൊന്നും ഒരുപാട് ഇത് ചെയ്ത ആൾക്കാരല്ലാത്തതുകൊണ്ട് എപ്പോഴും പുനർജന്മം ഉണ്ടാവും. ആ സമയത്തൊക്കെ ഈ ഭഗവാനോടൊപ്പം ജനിക്കാൻ കഴിയണേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. എല്ലാം പറഞ്ഞതെല്ലാം ഞാൻ ഭഗവാന്റെ പാദങ്ങളിൽ വെക്കാണ്. സായിറാം. മാഡം, നല്ല സന്തോഷമായി, നന്നായിരുന്നു കേട്ടോ. നല്ല അനുഭവങ്ങളും നല്ല ഭക്തിയും. താങ്ക് യു സോ മച്ച്. സായിറാം. సాయిరామ్. జగత్తులో పామరులు మొదలుకొని పరమహంస వరకు, కూటి పేద మొదలుకొని కోటీశ్వరుని వరకు తనను తాను పరిచయం చేసుకున్న సమయంలో నేను 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 అనేటువంటి పదమును ఉపయోగపెడుతుంటాడు. In this world, right from an ignorant person to the level of the realized soul, from a pauper to a millionaire, everyone introduces himself using this word I. పసిపచ్చి మృగాదులకు మాటలు రాకపోవటం చేత అవి కూడాను నేను నేను అని ఉపయోగించలేకపోతున్నాయి. కానీ వాటికి మాటలే వచ్చి ఉండినా అవి కూడాను నేను 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 అనే పదమును ఉచ్చరించవచ్చును. Birds and beast animals have no verbal expression. Had they been endowed, gifted with this expression by word, they too would have used this I to introduce themselves. నేను అనేటువంటి తత్వము ఇది ఉపనిషత్ వాక్యము. This I is Upanishadic in its origin. నేను అనేటువంటి పదము ఆధ్యాత్మిక సంస్కృతి యందు ప్రధాన పదము. This I is an important word in spiritual literature. నేను అనే పదము సామాన్యమైనటువంటి పదం కాదు. This word I is not an ordinary one. అహం బ్రహ్మాస్మి ఇది ఉపనిషత్ వాక్యము. The declaration of Upanishad is Aham Brahmasmi. బ్రహ్మకు పూర్వమే అహం అనేటువంటి నేను ప్రారంభమైంది. Prior to Brahman, this Aham started. అహం బ్రహ్మాస్ అనగా నేను వచ్చిన తర్వాతనే బ్రహ్మ పదం వస్తుండాలి. Aham and I, the Brahman, the divine, comes next. മാഡം ഒരു പാട്ട് പാടിക്കോളൂ, ഒരു ഭജന പാടിക്കോളൂ. ഓഡിയോ ഓൺ ആക്കണം, ഓഡിയോ ഓൺ ആക്കണം. ഓഡിയോ ഓഫാണ്. സങ്കടഹരണ ശ്രീ സായി രമണ പങ്കജ ചരണ നമോ നമോ. സങ്കടഹരണ ശ്രീ സായി രമണ പങ്കജ ചരണ നമോ നമോ. വേദോദ്ധരണ വെങ്കടരമണ വേദോദ്ധരണ വെങ്കടരമണ ലക്ഷ്മീനാരായണ നമോ നമോ. സായി നാരായണ നമോ നമോ. നമോ 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 നമോ. പങ്കജ ചരണ നമോ നമോ.
സങ്കടഹരണ ശ്രീ സായി രമണ പങ്കജചരണ നമോ നമോ. വേദോദ്ധരണ വെങ്കടരമണ ലക്ഷ്മീനാരായണ നമോ നമോ. സായി നാരായണ നമോ നമോ. നമോ 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 നമോ. പങ്കജചരണ നമോ നമോ. വീഡിയോ ഓഫ് ചെയ്തോളൂ, വീഡിയോ ഓഫ് ചെയ്തോളൂ. സായി ഉപമ. നിങ്ങൾ മറ്റൊരാളുടെ മുന്നിൽ നിൽക്കുമ്പോൾ അയാളുടെ പ്രതിബിംബം നിങ്ങളുടെ കണ്ണുകളിലും നിങ്ങളുടേത് അയാളുടെ കണ്ണുകളിലും പതിയുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും ഉണ്ട് എന്നാണ് ഈ പ്രതിഭാസത്തിന്റെ അർത്ഥം. നിങ്ങൾക്ക് ഇതിൽ വിശ്വാസമുണ്ടാവുകയും പ്രേമം, വിനയം, ജീവികളോട് ആദരവ്, സഹിഷ്ണുത എന്നീ ഗുണങ്ങൾ വളർത്തുകയും ചെയ്യുക ആണെങ്കിൽ നിങ്ങൾ ശരിയായ പാതയിലാണ്. നിങ്ങൾ ഈ പാതയിൽ അല്ലെങ്കിൽ തീർച്ചയായും ഈശ്വരാനുഗ്രഹം പങ്കുവെക്കപ്പെടുമ്പോൾ നിങ്ങളെ ഒഴിവാക്കുന്നതാണ്. ശരീരം ഈശ്വരന്റെ ക്ഷേത്രമാണല്ലോ, അല്ലേ? ഒരു പൂജാരി ക്ഷേത്രത്തിൽ ദിവസേന എന്താണ് ചെയ്യുന്നത്? ആദ്യം തന്നെ പാത്രങ്ങളും പൂജാ സാമഗ്രികളും വിളക്കുകളും മറ്റ് കഴുകി വൃത്തിയാക്കുന്നു. അതിനുശേഷം ശ്രീകോവിൽ തുടച്ചും കഴുകിയും വൃത്തിയാക്കി പൂജാസ്ഥലത്ത് ശുദ്ധമാക്കി വെക്കുന്നു. ഉള്ളിൽ ക്ഷേത്രജ്ഞനായി കുടികൊള്ളുന്ന ഈശ്വരൻ ഉള്ളപ്പോൾ ആരാധനയ്ക്കുള്ള പാത്രങ്ങൾ എന്താണ്? ഇന്ദ്രിയങ്ങളാണ്. അവയെ നിങ്ങൾ ശുദ്ധമാക്കി വെക്കേണ്ടതുണ്ട്. ആന്തരിക പരിശുദ്ധിയാണ് ദൈവികത്വം. അത് ഇന്ദ്രിയ നിയന്ത്രണത്തിലൂടെയും മനോനിയന്ത്രണത്തിലൂടെയും മാത്രമേ സാധ്യമാവുകയുള്ളൂ. എല്ലാ പ്രവൃത്തികളും ഈശ്വരന് സമർപ്പിക്കുന്നതും അതുപോലെ തന്നെ ശ്രേഷ്ഠമായ ഒരു സാധനയാണ്. ജയ സായിരാം. നാളത്തത് മിനി ആലപ്പുഴ. സായിരാം. സമസ്ത ലോക സുഖിനോ ഭവന്തു. സമസ്ത ലോക സുഖിനോ ഭവന്തു. സമസ്ത ലോക സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും